നയതന്ത്ര തലത്തിൽ വലിയൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരുന്നു. അത് കഴിഞ്ഞ് ആയുധങ്ങൾ കൊണ്ട് നമ്മൾ തിരിച്ചടി തുടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങളും അത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെ എവിടെയാണ് ഒരു പിഴവ് ഉണ്ടായത്? അതും പ്രത്യേകിച്ചും ശ്രീനഗറിന്റെ അതിർത്തിയിലേക്ക് ഡ്രോണുകൾ എത്തി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. കടുത്ത ഒരു പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടുന്നുണ്ടാവും തീർച്ചയായും. കാരണം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ടല്ലോ. അഖില സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ജമ്മു, അഖ്നൂർ, ആർഎസ്പുര എന്നിവിടങ്ങളിൽ ശക്തമായ ഷെല്ലിംഗ് നടക്കുകയാണ്. അതായത് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നൊക്കെ പറയും. 5 മണിക്കാണ് പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ പതിവ് പോലെ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തേയും സമാനമായി വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. ശക്തമായി തന്നെ ഇന്ത്യയും തിരിച്ചടിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള വെടിനിർത്തൽ കരാറാണ് ഒരു നിലവിൽ വന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും പാകിസ്ഥാൻ പ്രകോപനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഒരു നയതന്ത്ര തലത്തിൽ വലിയ രീതിയിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയും ഒരു വലിയൊരു നയതന്ത്ര തലത്തിലുള്ള ഒരു വലിഞ്ഞു മുറുകലാണ് പാകിസ്ഥാൻ അനുഭവപ്പെട്ടത്. കാരണം ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്താണെങ്കിലും അതിനുശേഷമാണെങ്കിലും ലോകരാജ്യങ്ങളൊക്കെയും ഇന്ത്യക്കൊപ്പമായിരുന്നു നിലനിന്നിരുന്നത്. ഈ പാകിസ്ഥാൻ്റെ കൂടെ ആകെ ഉണ്ടായിരുന്നത് തുർക്കി, അസർബൈജാൻ പോലുള്ള രാജ്യങ്ങൾ മാത്രമായിരുന്നു. ഈവൻ ചൈനയാണെങ്കിലും ശരി, സൗദി ആണെങ്കിലും ഒക്കെ പാകിസ്ഥാന് സാമ്പത്തികപരമായി സഹായം ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ കൂടി ഒരു നിഷ്പക്ഷമായ നിലപാടാണ് ഇതിൽ സ്വീകരിച്ചത്. ഇന്ത്യക്കൊപ്പവും അതുപോലെ തന്നെ ഒരു യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടതെന്നാണ് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞത്. അതിനുശേഷം സൗദി വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തുകയും കൂടാതെ ഇവിടെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും പാകിസ്ഥാനിലേക്ക് പോയി അവിടെയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സമാധാനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയവരാണ്. അമേരിക്ക കൂടാതെ സൗദിയും വലിയ തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്. അമേരിക്കയുടെ ഇടപെടലും എടുത്തു പറയാതിരിക്കാനാകില്ല. കാരണം അമേരിക്കയും ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. അടുക്കി തിരിച്ചടി ഇന്ത്യ നൽകിക്കഴിഞ്ഞു, ഇനി വേണ്ടത് സമാധാനമാണ്, അതിനുവേണ്ടി ഇടപെടാൻ തയ്യാറാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷം മാർക്കോ റൂബിയോ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു. കൂടാതെ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇന്ത്യ അന്നും ആ സമയവും ഇന്ത്യ അറിയിച്ചതാണ്. അതായത് ഇന്ത്യക്ക് യുദ്ധം എന്നൊരു യുദ്ധത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല. ഇന്ത്യ എപ്പോഴും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. സമാധാനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനാണ് ഇന്ത്യ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് വലിയ വേദന ഉണ്ടാകും. കാരണം അവരുടെ സാധാരണ ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഇത്രയും വേദനിക്കില്ല. പക്ഷേ അവർ പാലൂട്ടി വളർത്തുന്നത് അവരുടെ ഒരു ഭീകര സംഘടനകളെയും ഭീകര നേതാക്കളെയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്ര വേദനിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു തിരിച്ചടി ഇന്ത്യ കൊടുത്തപ്പോൾ അവിടെ നിന്നും പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് വീണ്ടും മുതിരുന്നത്. 21 ഭീകര കേന്ദ്രങ്ങളെ ആയിരുന്നു അന്ന് ഇന്ത്യ ലക്ഷ്യം വച്ചിരുന്നത്. അതിൽ 9 ഭീകര കേന്ദ്രങ്ങളെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർക്കുകയുണ്ടായത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു നാണക്കേട് പോലെയാണ് അവർക്ക് തോന്നിയത്. കാരണം അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ് മരണമടഞ്ഞത്. കൂടാതെ ഈ ഒരു മരിച്ച ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെയും അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അഖില. അതായത് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് മരിച്ചത്. അതിനുശേഷം പലതരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ശക്തമായി തിരിച്ചടി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെയും അതിനുശേഷം ശക്തമായ ജാഗ്രതയായിരുന്നു പുലർത്തിയിരുന്നത്. ശക്തമായി തന്നെയായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചിരുന്നത്. അതിനുശേഷവും പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളാണ് ഈ ഒരു ദിവസം മുൻപ് ഇന്ത്യ ശക്തമായി തിരിച്ചടി നടത്തിയത്. ഏതായാലും ഇന്ത്യ എന്തായാലും മിണ്ടാതിരിക്കില്ല. ഈ ഒരു ആക്രമണത്തിന്, ഈ ഒരു വെടിനിർത്തൽ കരാർ ഒരു നിലവിലുണ്ടെങ്കിൽ പോലും ഈ ഒരു ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ മറുപടിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.